ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റവ ഉപ്മാവ്. വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റായിട്ട് ഒട്ടും കുഴയാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് അളവിൽ റവയാണ്. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ റോസ്റ്റഡ് റവയാണ് നമുക്ക് കിട്ടുന്നത്. എങ്കിൽ തന്നെയും നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്നതിന് മുൻപേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട്. എങ്കിലും നമ്മുടെ ഉപ്മാവിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 4-5 മിനിറ്റ് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ കളറോ അതിൻ്റെ നിറം ഒന്നും മാറേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ നമുക്കത് ഓഫാക്കി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് ചൂടായി വന്നതിന് ശേഷം റോസ്റ്റായി വന്നതിന് ശേഷം ആ ഒരു പാനിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ ആ പാനിൻ്റെ ചൂട് കൊണ്ടിത് കരിഞ്ഞു പോകും. ഇത് നമ്മൾ എത്ര അളവിലാണോ റവ എടുത്തത് അത്രയും അളവിൽ തന്നെ വെള്ളവും കൂടെ തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യോട് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടിയൊക്കെ യൂസ് ചെയ്യാം. വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ശകലം ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഉപ്മാവിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് തുറന്ന് നോക്കുമ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ സ്പൂണ് കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇതൊട്ടും കുഴയാതെ നല്ല ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും. എനിക്കൊന്ന് കറികളൊന്നും ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട്.